സംഭവമില്ല. 24 ഒക്ടോബർ 2024 അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വഖഫ് ബോർഡ് അയച്ചിട്ടുള്ള ഒരു നോട്ടീസാണ്. വയനാട്ടിൽ തവിഞ്ഞാലിലെ സർവേ നമ്പർ 47-1, 45/1 ഈ രണ്ട് തവിഞ്ഞാൽ അംശത്തിലെ ഈ 2 സർവേ നമ്പറുകളിലുള്ള ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒഴിപ്പിക്കണമെങ്കിൽ നിങ്ങൾ രേഖയുമായി വരൂ എന്ന് പറയാണ്. അപ്പൊ അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർ ഞെട്ടിപ്പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരാൾ പള്ളി പുരോഹിതനാണെന്ന് പറഞ്ഞാൽ വഖഫ് ആക്ടും ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഫൈസി ബിരുദമുള്ള ആളാണ്. അമ്പരന്ന് പോവാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 98-ൽ കൃഷ്ണൻകുട്ടി എന്ന ആളുടെ പക്കൽ നിന്ന് വാങ്ങിച്ച ഭൂമിയാണിത്. ഇത് ഉപയോഗത്തിലുള്ള ഭൂമിയാണ്. ഞാൻ ജനിക്കുന്നതിന് മുൻപേ കൈമറിഞ്ഞ് വന്നിട്ടുള്ള ഉപയോഗത്തിലുള്ള ഭൂമിയാണ്. അപ്പോൾ ഏത് ഭൂമിയിലും ആർക്കും ഒരു പരാതി കൊടുക്കാം, അതനുസരിച്ച് നോട്ടീസ് വരാം. ആ നോട്ടീസ് കിട്ടിയ ഉടനെ ഇതിന്റെ പൊസഷൻ ഈ വഖഫ് ബോർഡിനെ ബോധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം എത്ര ഗുരുതരമാണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ ഷിമൈനാജി? ഇല്ല, ഒരു പ്രത്യാഘാതത്തിന്റെ പ്രശ്നമില്ല. ഒരു ഭൂമി അഭിലാഷ് ഒരു ഭൂമി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഭൂമിയുടെ മേൽ മറ്റൊരു അവകാശം ഉന്നയിച്ചാൽ അതല്ല, അത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള രേഖകളും ഈ രാജ്യത്തുണ്ടാവും. അത് കാണിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയം മാത്രമേ അതിലുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുമ്പോഴേക്ക് ഈ ഭൂമി വഖഫ് ബോർഡിന്റേതോ അല്ലെങ്കിൽ വഖഫിന്റേതോ ആയി മാറില്ല. അത് ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും വഖഫ് ചെയ്തതാണെങ്കിൽ മാത്രമേ അത് ഭയപ്പെടേണ്ടതുള്ളൂ. അങ്ങനെ വഖഫ് ചെയ്തതാണെങ്കിൽ രാജ്യത്തെ നിയമം അനുസരിച്ച് ആരെങ്കിലും വഖഫ് ചെയ്തത് മറച്ചു വെച്ച് ഉണ്ടായ ഒരു ക്രയവിക്രയമാണെങ്കിൽ അത് സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലാതെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല.